ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്ക. ലീക്ക് ചെയ്യാൻ പറ്റും. മര്യാദക്ക് പണിയെടുത്തോ. ഇല്ലാനെ പണിയെടുത്തോ. ഞാൻ ഇപ്പഴാണ്ട് വരും. ഞാൻ പോയി ഞാൻ പണി നിർത്തണ. വീരാനെ അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണല്ലോ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണേ. എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഒരുപെട്ടോളെ അല്ല ആങ്ങള് ഗൾഫിൽ നിന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? ഒന്ന് വേ ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. പോത്തെ ഏടെ പോയ എന്റെ മക്കളൊക്കെ കളിക്കാൻ പോയതാ. ഓലെ കളി ഇന്ന് കളിച്ച കണ്ടൊരു ദോശ ഇന്ന് എവിടേക്കാ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരക്കൊത്തന്മാരെ അങ്ങനെ കളി ഞാൻ തീർത്തരാം. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പെട്ടി പൊളിക്കണം കാത്തിരിക്കാവലൊക്കെ. ബാളിയ പെട്ടി പൊളിക്കുമ്പോ അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല. എനിക്ക് അഭിമാന വലിയ ഡകാ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. ഞമ്മള് പോട്ടെ. ഞങ്ങള് പോവാ. സുബൈനോട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറയും. വേഗം വാ. സുബൈർ അതാ വരുന്നേ. ഞങ്ങള് പോവാണ്. നാളെ പോയാ പോരെ? നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ. അലയൊന്ന് അയച്ചിട്ട് വേണ്ടേ ഞങ്ങക്ക് കയ്യാന്? വേറെ ആരും സഹായിക്കാനില്ലല്ലോ. ഇവിടെ എന്നാല് ഇന്നത്തെ പണിയും പോവും. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മറ്റേ കാര്യം പറയും. എന്ത് കാര്യം? എന്റെ കല്യാണക്കാരിയെ. അതെ, ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? ഇപ്പൊ മുണ്ടണ്ട. ആ ലീക്ക് ബീരാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് 2 ദിവസം കൂടെ താമസിക്കും. ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടക്കൊക്കെ വരണം. സുബൈറെ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. ആലിയൻ എന്തെങ്കിലും കൊടുത്താളാ. മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇതാളിയാ, ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ? അല്ല, ഇനി പോരെ, റാഹത്തായി.
നേരം വൈകി പോയിട്ടാ ഇല്ലെങ്കിൽ ഇതിനേക്കാളധികം സാധനം കിട്ടേനി ഉള്ള സമയം കളിച്ചുകൂടി മോയന്തേ ഹുസൈൻ അളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാതെ അങ്ങോട്ട് നടന്നാണ് നിങ്ങള്. ചേലക്കല്ല കാര്യം കൊറ്റിയേ ഓലക്കമ്മല വർത്താനം. ഞാൻ ഈ സുബേർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നിടത്തോളം അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനട് കെട്ടിയാൽ മതി. ഇനി ഓക്കാ ബുദ്ധിയും കൗശലുള്ള ഈ ബോധം അന്ന് നിങ്ങണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഇനി നിങ്ങളൊക്കെ മനസ്സിന്റെ കൂടുതൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഞാൻ പോത്തിനെ കെട്ടി കൊണ്ടിറക്കേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോട് ഒന്നും ഉണ്ടണ്ട. നടക്കാട്ട് അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കേറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാം. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ആ ഇത്രമാത്രം ചൂടാൻ ഇവിടെ ബന്ധമുണ്ടായത്. ഇവളൊന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പായുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നിയ എനിക്ക്. ഇതാപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരണ്ടകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പെര. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. തള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? ഡഗ ഡഗ. വയസ്സായ ബാപ്പാനും ഇമ്മാനും ഒന്ന് അനുസരിച്ചുകൂടാ എനിക്ക്. വേസായും പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിജയിനല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം.